മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കോടതിയിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി എന്നെ തനിച്ചാക്കി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ പുറകെ പോവുകയാണ്. നിക്കടി അവിടെ എന്ന് പറയുമ്പോൾ മാർക്കോ മോളുടെ കയ്യിൽ നിന്ന് വിട്, ഞാൻ എന്തായാലും കോടതിയിലേക്ക് ചെന്ന് പ്രതാപനോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഡ്രൈവറോട് വേഗം വണ്ടി എടുക്കാൻ പറയുന്നു. ഡ്രൈവർ ആണെങ്കിൽ മാർക്കോയെ നോക്കുമ്പോൾ എന്താടാ നോക്കുന്നത്, വേഗം പോവാൻ നോക്കുന്നതിനെ മാർക്കോ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ മുത്തശ്ശിക്ക് പുറകെ പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ കരുണയെ പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞാൽ അന്നത്തോട് കൂടിയിട്ട് നിന്റെ കാര്യം കഴിഞ്ഞു, നടക്ക് അകത്ത് കയറി ഇരിക്കുന്നു പറയുമ്പോൾ കരുണയാണെങ്കിൽ മടിക്കുകയാണ്. കയറി ഇരിക്കടി അകത്ത്. അങ്ങനെ കരുണ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം മാർക്കോയും ലോപ്പസും ചേർന്ന് കഥ അടയ്ക്കുകയാണ്. കരുണയാണെങ്കിൽ ആകെ പേടിക്കുന്നു. എന്നിട്ട് മാർക്കോയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോ അമ്മയാവാൻ തയ്യാറെടുക്കുകയാണല്ലേ? എടി, നിനക്ക് ഒരമ്മയാകാനുള്ള യോഗ്യതയുണ്ടോ? ഇനിയിപ്പോ പോട്ടേന്ന് വെക്കാം, അച്ഛനാകാൻ പോകുന്നവനോ അതിനേക്കാൾ മുന്തിയ ഇനം സ്വന്തം ഏട്ടനെയും ഏടത്തിയെയും കൊല്ലാനായിട്ട് നടക്കുന്നു. എന്തായാലും അവനൊന്ന് സത്യങ്ങൾ മിക്കവാറും അറിയും. കോടതിയിൽ അവനും അവന്റെ അമ്മയും ചെല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടു കൂടിയിട്ട് വാമദേവന്റെയും പ്രതാപന്റെയും കള്ളക്കളികൾ പൊളിയും. അതിനുശേഷം സത്യങ്ങൾ മനസ്സിലാക്കി അവരുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ നീ കാത്തിരുന്നോ? നീയൊക്കെ കൂടി ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്ക് നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇരിക്കടി പോയിട്ട്. അങ്ങനെ കരുണ വിസമ്മതിക്കുന്ന സമയത്ത് ഇരിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. കത്തിക്ക് മുന്നിൽ കരുണയാണെങ്കിൽ ആകെ പേടിച്ചു പറിച്ച് മാർക്കോയെയും ലോപ്പസിനെയും മാറി മാറി നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഉത്തരം പറയാതെ അങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് വക്കീലായിട്ടുള്ള കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലേ എന്ന്. അങ്ങനെ ജഡ്ജിയും പറയുന്നുണ്ട്, പറയേ, തന്നോടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് സത്യങ്ങൾ പറയാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയം വാമദേവൻ പറയുന്നുണ്ട്, അയ്യോ സാറേ, ഞാനൊന്നും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാ അവൻ കൊട്ടേഷൻ വാങ്ങിയെന്നൊക്കെ പറയുക? അതുകൊണ്ട് ഇതൊക്കെ നുണയാ, കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയുമ്പോൾ താൻ മിണ്ടിപ്പോകരുതെന്ന് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. തന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെ കണ്ണനാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, താൻ ഇതിനു മുമ്പും ശേഷവും ഉപയോഗിച്ച അക്കൗണ്ട് ഒന്ന് തന്നെയല്ലേ, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന അക്കൗണ്ട് അല്ലേ ഉപയോഗിക്കുന്നതെന്ന് പ്രതാപനോട് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു. എങ്കിൽ അതിലേക്ക് അഡ്വാൻസ് ആയിട്ടും കൃത്യം നടത്തിയതിനു ശേഷമുള്ള തുകയും താൻ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ആയിട്ടാണെന്ന് മാത്രം. സത്യമല്ലേ ഈ പറഞ്ഞത്? അപ്പോൾ താൻ ആ കൊട്ടേഷൻ വാങ്ങിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദുർഗയും ഉണ്ണിയും എല്ലാവരും ഷോക്കാവുകയാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഉത്തരം പറയാൻ മടിക്കുകയാണ്. കോടതി വീണ്ടും പറയുന്നുണ്ട്, പ്രതാപൻ എന്താന്ന് വെച്ചാ മറുപടി കൊടുക്കുക എന്ന്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തലച്ചോറിൽ ആലോചിച്ചെടുക്കുകയാണല്ലേ, പക്ഷെ രക്ഷയില്ല പ്രതാപ. കല്ലോ മണലോ അടിക്കാനുള്ള തുകയാണ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിനേക്കാൾ വലിയൊരു തുകയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്നും കൃത്യമായിട്ട് താൻ പൈസ കൈപ്പറ്റിയതിന്റെ രേഖകൾ ഞങ്ങൾക്ക് പക്കലുണ്ട്. അതുകൊണ്ട് ഒരുപാടൊന്നും ആലോചിച്ച് തല പുകയ്ക്കേണ്ട എന്നിങ്ങനെ പ്രതാപനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് വാമദേവനാണെങ്കിൽ ആകെ കടന്ന് പരുങ്ങുന്നുണ്ട്. എന്തായാലും പ്രതാപന്റെ വക്കീലാണെങ്കിൽ ഒന്നും ഇനി വാദിക്കാനില്ലെന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ്. അത്തരം തെളിവുകളാണ് കണ്ണനും അനന്തവും ചേർന്ന് ശേഖരിച്ച് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്നതും. അങ്ങനെ കണ്ണൻ വാമദേവനോട് ചോദിക്കുന്നുണ്ട്, താൻ പറഞ്ഞ മൊഴി പ്രകാരം പ്രതാപനും താനും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു പരിചയവും ഇല്ലെന്നാണ്. പിന്നെ എങ്ങനെയാണ് വിശ്വനാഥൻ മരിച്ചതിന്റെ തലേ ദിവസവും അതുപോലെ വിശ്വനാഥനും മകനും ആക്സിഡന്റിൽ പെട്ടതിന് ശേഷവും താൻ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ തനിക്ക് ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നിങ്ങനെ വാമദേവനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ വാമദേവനാണെങ്കിൽ കടന്ന് പരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉത്തരം പറയാനാവാതെ. അങ്ങനെ വാമദേവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പോഴാ ഞാൻ ഓർക്കുന്നത്, അന്നേ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ബൾക്കായിട്ടേ കുറച്ച് മണൽ വാങ്ങിയിരുന്നു. അതിന്റെ പൈസയാണ് പ്രതാപിന് കൊടുത്തിരുന്നത്. പിന്നെ ഞാനിത് മറന്നുപോയി. ഓ, അപ്പൊ താൻ സമ്മതിക്കുന്നുണ്ട് പ്രതാപനും താനും തമ്മിൽ അതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നു എന്നുള്ള കാര്യം? പക്ഷെ കൃത്യമായിട്ട് ഏത് ഡേറ്റ് ആണെന്നും എനിക്ക് അറിയുന്നില്ല. എങ്കിലേ താൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, അന്ന് താൻ കമ്പനിക്ക് വേണ്ടിയിട്ട് യാതൊരു മണലും പർച്ചേസ് ചെയ്തിട്ടില്ല. അതിന്റെ രേഖകൾ കമ്പനിയിലില്ല. കാരണം വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് പക്കലുണ്ട്. അതുകൊണ്ട് ഒരുപാട് കടന്ന് നുണ പറയാൻ നിൽക്കണ്ട എന്നൊക്കെ കണ്ണൻ പറയുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ കോടതിക്ക് ആ രേഖകൾ വേണമെങ്കിൽ എനിക്ക് ഹാജരാക്കാൻ കഴിയും. അതിന് വ്യക്തമായിട്ടുള്ള കാരണം കൂടിയുണ്ട്. ഇപ്പോൾ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് ഫിനാൻസിന്റെ MD ഞാനാണ്. അതുകൊണ്ട് തൽക്കാലം താൻ മണല് കമ്പനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്നിങ്ങനെ കണ്ണൻ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ അറിയാതെയും പിന്നെ മറ്റാരെങ്കിലും അറിയാതെ താൻ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നുണ്ടോ എന്ന്. അങ്ങനെ വീണ്ടും വീണ്ടും വാമദേവൻ വള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കുമ്പോൾ പ്രതാപൻ നേർക്കാണ് അടുത്ത ചോദ്യം. പ്രതാപൻ ഇനി കറക്റ്റായിട്ട് മറുപടി തരണം.
തൻ്റെ അക്കൗണ്ടിലേക്ക് ഇതിന് മുന്നോ അതിന് ശേഷമോ ഇത്രയും പൈസ വന്നിട്ടില്ല. അതുകൊണ്ട് താൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ എല്ലാവരെയും ഒന്ന് നോക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് പ്രതാപന്റെ മറുപടിക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ പ്രതാപൻ അവസാനം സമ്മതിക്കുന്നു, ഞാൻ ആ കൊട്ടേഷൻ ഏറ്റുവാങ്ങി. ആരെ കൊല്ലാനുള്ള കൊട്ടേഷൻ ആയിരുന്നു എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുമ്പോൾ ദുർഗയുടെ മുഖം നോക്കിയിട്ട് വിശ്വനാഥൻ എന്നിങ്ങനെ പ്രതാപൻ പറയുന്നു. ഇത് കേട്ട് ദുർഗയും മുണിയും പരസ്പരം നോക്കുകയാണ്. അവർക്കാണെങ്കിൽ അതങ്ങോട്ട് അംഗീകരിക്കാനോ താങ്ങാനോ കഴിയുന്നില്ല. രണ്ട് കണ്ണുകളും നിറയുന്നുണ്ട്. അതേപോലെ തന്നെ മുത്തശ്ശിയുടെയും. കാരണം പ്രതാപൻ കുറ്റവാളിയാണെന്നുള്ള കാര്യം കോടതിക്കും ബോധ്യപ്പെടുകയാണ്. ഞാൻ തന്നെയാണ് വിശ്വനാഥരെ കൊന്നത്. അന്ന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇയാൾ എന്നെ സമീപിച്ചത്, ഈ ഒരു കൊട്ടേഷൻ തന്നതും. കൊട്ടേഷൻ ഏറ്റുവാങ്ങുകയും പൈസ കൈപ്പറ്റുകയും കൃത്യമായി തന്നെ നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വിശ്വനാഥരെ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ കൊന്നു കളഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് പ്രതാപൻ. ഇത് കേട്ട് ദുർഗയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അവസാനം കണ്ണനാണെങ്കിൽ കോടതിക്ക് മുമ്പൊക്കെ പറയുന്നുണ്ട്, അന്ന് നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടത് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ്റെ കൂടെ സഞ്ചരിച്ചത് ഞാനായിരുന്നു. എൻ്റെ പിറന്നാൾ ദിവസമാണ് ആ ഒരു കൊലപാതകം നടന്നത്. മഹാലക്ഷ്മി എന്ന പെൺകുട്ടിയായിരുന്നു അതിന് സാക്ഷി. ഈ 2 പേർ തന്നെയാണ് ആ കൃത്യം നിർവഹിച്ചതും. അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ 7 മാസത്തോളം വളരെ സീരിയസ് ആയിട്ട് ICUലായിരുന്നു. 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ ഈ കറുത്ത കോട്ടണിഞ്ഞ് കോടതിയിൽ വാദിക്കാനായിട്ട് കയറിയിട്ടുള്ളൂ. ഇത് എൻ്റെ അച്ഛൻ്റെ കേസായതുകൊണ്ട് എനിക്കിതിൽ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം. എല്ലാ തെളിവുകളും ഞാൻ പ്രോസിക്യൂഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്നൊക്കെ കണ്ണൻ പറയുന്നു. പിന്നീട് കണ്ണൻ പല സത്യങ്ങളും കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയും കണ്ണനും വിവാഹം കഴിഞ്ഞതിന് ശേഷവും അമ്മാവൻ എന്ന് പറഞ്ഞ ബന്ധുവശത്തിൽ നടക്കുന്ന ഇയാൾ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും തലയ്ക്ക് വില പറഞ്ഞിരുന്നുവെന്നും പിന്നീട് 15 വയസ്സുകാരനായിട്ടുള്ള എനിക്ക് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ളത് അനന്തു എന്ന ഈ വക്കീലാണ്. അവൻ പറഞ്ഞൊരറിവ് എനിക്കുണ്ടായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ മരിച്ച് അച്ഛൻ്റെ ശവമടക്ക് സമയത്തും ഇയാളായിരുന്നു അച്ഛന് മുന്നിൽ ഒരുപാട് ആർത്ത് കരഞ്ഞതെന്നൊക്കെ. ഇപ്പോൾ എനിക്ക് ഇയാളുടെ പൊയ്മുഖം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. പിന്നെ ഈ നിൽക്കുന്ന പ്രതാപൻ പലതരത്തിലും വിധത്തിലും എന്നെയും മഹാലക്ഷ്മിയെയും കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരുന്നു. അതിലൊക്കെ ഭാഗ്യവശാൽ മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നത്. അതുപോലെ തന്നെ അച്ഛനുള്ള സമയത്ത് നടത്തിയ ക്രമക്കേടുകൾ പലതും ഇയാൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ണടച്ചത് എൻ്റെ രണ്ടാനമ്മയുടെ ആങ്ങളെയല്ലേ എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രമായിരുന്നു. എൻ്റെ രണ്ടാനമ്മയ്ക്ക് എൻ്റെ അച്ഛനെ എന്നെ നോക്കാനെന്നുള്ള വ്യാജേന കല്യാണം കഴിച്ചു കൊടുത്തതും സ്വത്തുക്കൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നുവെന്ന് കണ്ണൻ പറയണം. എല്ലാ തെളിവുകളും ഹാജരാക്കിയതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം കിട്ടാത്ത വിധത്തിൽ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്നിങ്ങനെ കോടതി മുമ്പാകെ കണ്ണൻ പറയുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ അനന്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും അവർ ഈ കേസ് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതാപന്റെ വക്കീലാണെങ്കിൽ നാണം കെട്ട് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കോടതിയാണെങ്കിൽ അന്തിമ തീരുമാനം പറയുകയാണ്. അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു കേസാണിത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്രൂരത. 1-ാം പ്രതിയായിട്ടുള്ള വാമദേവനും 2-ാം പ്രതിയായിട്ടുള്ള പ്രതാപചന്ദ്രനും നിയമം അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം. ജാമ്യമില്ലാ കേസാണ് നിങ്ങൾക്ക് 2 പേർക്കും നേരെയും ചാർജ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ കോടതി പറയുന്നുണ്ട്. ഈ സമയം വാമദേവനാവട്ടെ പാളിക്കൊണ്ടുവന്ന ദുർഗയെ നോക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ദേഷ്യത്തിൽ അങ്ങനെ വാമദേവനെ തന്നെ തുറിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ നോട്ടത്തിൽ വാമദേവനാണെങ്കിൽ കത്തി അമർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെയാണ് 2 ആൾക്കും കോടതി വിധിച്ചിരിക്കുന്നതും. അങ്ങനെ ദുർഗ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിയാൻ പറ്റിയില്ലല്ലോടാ, അത് ഇപ്പം അറിയാൻ സാധിച്ചില്ല അമ്മേ എന്നിങ്ങനെ ഉണ്ണിയും തിരിച്ചു ചോദിക്കണം. അങ്ങനെ അവിടെ നിന്ന് ദുർഗ എഴുന്നേറ്റ് പോകുന്നു. അത് കണ്ണനും അനന്തവും കാണുന്നുണ്ട്. അവർക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമം മനസ്സിലുണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുർഗയാണെങ്കിൽ പുറത്ത് വന്ന് പൊട്ടിക്കരയാണ്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ ദുർഗയുടെ തോളിൽ വന്ന് പിടിക്കുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ, എന്നാലും മോനെ നിന്റെ അച്ഛനെ അമ്മാവൻ തന്നെ കൊന്നു കളഞ്ഞല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നു. ഈ സമയം പോലീസുകാരാണെങ്കിൽ വിലങ്ങ് അണിയിച്ചുകൊണ്ട് പ്രതാപനെയും വാമചന്ദ്രനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ നീറുന്ന കണ്ണോട് കൂടിയിട്ട് വാമദേവനെ നോക്കണം. വാമദേവനാണെങ്കിൽ ദുർഗയെ ഫേസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ നടക്കട എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരാണെങ്കിൽ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ വാമദേവൻ അരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് അയാളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എടാ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചല്ലേടാ, എൻ്റെ കുട്ടികളുടെ അച്ഛനെ നീ കൊന്നു കളഞ്ഞല്ലേടാ, എങ്ങനെ മനസ്സ് വന്നാലും നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ദുർഗ അയാളെ ആക്രമിക്കാനായിട്ട് നോക്കുന്നത്. അമ്മേ വീടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ തടയണം. പോലീസുകാരനാണെങ്കിൽ ദുർഗയെ തട്ടി മാറ്റുന്നു. ഈ സമയം കണ്ണനും അനന്തവും അങ്ങോട്ട് വരുന്നുണ്ട്. സാറേ, ഈ കഥകളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ കുട്ടികളുടെ അച്ഛനെ കൊന്ന് ഇവന് നിയമം തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. എടാ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊരു ചിന്തയുണ്ടായത്? എൻ്റെ
വിശ്വേട്ടനെ എന്തിനാടാ നീ കൊന്നു കളഞ്ഞത്? എൻ്റെ ജീവിതം നീ എന്തിനാടാ തകർത്തത്? സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നോ? നീ എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ ആങ്ങളയല്ലേ? സ്വന്തം പെങ്ങളുടെ ജീവിതം തകർക്കാൻ മാത്രം നീ ഇത്ര ക്രൂരനായിരുന്നോ? നിന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ അതിന് എൻ്റെ വിശ്വേട്ടൻ്റെ ജീവന് വിലയിടുമെന്ന് ഒരിക്കലും കരുതിയില്ല. എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് നീ. പിന്നെ ഈ നിൽക്കുന്നവൻ്റെ എൻ്റെ വിശ്വേട്ടൻ്റെ കൊലയാളിയുടെ മകളെ കൊണ്ട് തന്നെ എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ചു. എങ്ങനെയാടാ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ സമയം വാമദേവനും പ്രതാപനും ഒന്നും മിണ്ടുന്നില്ല. അവരാണെങ്കിൽ തലതാഴ്ത്തി നിൽക്കുന്നു. അങ്ങനെ സാറേ, ഈ ഈ ഇരിക്കുന്ന കണ്ണനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിശ്വട്ടനെ എന്നെ ഇയാൾ വിവാഹം കഴിപ്പിച്ചു വെച്ചത്. അന്ന് ഈ കണ്ണന് 5 വയസ്സായിരുന്നു. എത്ര സ്വത്തും പണം ഉണ്ടെങ്കിലും രണ്ടാമത് കെട്ടിയ ആളെ എനിക്ക് വേണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. 2ാം കല്യാണത്തിന് എനിക്ക് സമ്മതമല്ലെന്നും പറഞ്ഞതാണ്. അപ്പോഴൊക്കെ ഇയാൾ എന്നെ തലങ്ങും വിലങ്ങും നിന്ന് നിർബന്ധിക്കുകയായിരുന്നു. 2ാം കെട്ടുകാരനെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചപ്പോഴൊക്കെ തന്നെ ഇയാൾ എൻ്റെ ബന്ധുക്കളെ കൊണ്ട് എന്നെ അതിന് നിർബന്ധിപ്പിക്കുകയായിരുന്നു. അവസാനം ഞാൻ സമ്മതിച്ചു. പക്ഷേ കല്യാണത്തിന് ശേഷം സ്വർഗതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു വിശ്വട്ടൻ എനിക്ക് തന്നത്. എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ആ വിശ്വട്ടനെയാണ് ഇയാൾ കൊന്നു കളഞ്ഞത്. എൻ്റെ ജീവിതം നരകതുല്യമാക്കിയത്. അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് കണ്ണീര് മാത്രമേ ഉള്ളൂ. പിന്നീട് ദുർഗ നേരെ തിരിയുന്നത് മുത്തശ്ശിക്ക് നേരെയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും കൂട്ടുനിന്ന് നിങ്ങളെ നരകിച്ച് തീരത്തേയുള്ളൂ. നിങ്ങൾ ഒരുപാട് വേദന തിന്നിട്ടേ ഈ ഭൂമിയിൽ നിന്നും പോവുള്ളൂ. അല്ലെങ്കിൽ നോക്കിക്കോ, എൻ്റെ ജീവിതം നശിപ്പിച്ച ആരും ഈ ഭൂമിയിൽ നരകിക്കാതെ പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ മുത്തശ്ശിയോട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ സംസാരിക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. ഇതൊക്കെ കേട്ട് കണ്ണനാണെങ്കിൽ വല്ലാതെ വിഷമാവുന്നുണ്ട്. കാരണം ദുർഗ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ എതിർക്കാനായിട്ടുള്ള കരുത്ത് കാണിച്ചല്ലോ. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.